നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ജീവനോടെ ഉണ്ടോ എന്ന ചോദ്യം വെറുമൊരു സംശയത്തിനപ്പുറമായിട്ട് ആഗോള തലത്തിൽ വലിയൊരു തർക്ക വിഷയമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് യോഗങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നെതന്യാഹുവിൻ്റെ അസാന്നിധ്യം പ്രകടമായതാണ് ഇത്തരം സംശയങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആക്കം കൂട്ടിയിരിക്കുന്നത്. സാധാരണയായിട്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മധ്യത്തിലിരുന്നു കൊണ്ട് യുദ്ധതന്ത്രങ്ങളൊക്കെ തന്നെ മെനയുന്ന നെതന്യാഹുവിനെ ഇത്തവണ കാണാതിരുന്നത് നിഗൂഢത ഇപ്പോൾ ഇവിടെ വർദ്ധിപ്പിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും നെതന്യാഹുവിൻ്റെ തിരോധാനം അത് അതീവ ഗൗരവത്തോടെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധവിജയങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സൈനിക നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ നിരന്തരം സംസാരിക്കാറുള്ള അദ്ദേഹം നിർണായകമായ പല യോഗങ്ങളിലും ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന വസ്തുത ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രചരിക്കുന്നതൊക്കെ തന്നെ വെറും വ്യാജ വാർത്തകളാണെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ അഭ്യൂഹങ്ങളെ തള്ളിക്കളയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. നെതന്യാഹുവിനോട് ഇറാന് വർഷങ്ങളായിട്ടുള്ള കടുത്ത ശത്രുത ഈ സാഹചര്യത്തിലേറെ അത് പ്രസക്തമാണ്. ഇറാൻ്റെ നേതാവ് അലി ഖമനിയുടെ കുടുംബാംഗങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പകരം വീട്ടുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ്റെ പക്കൽ നെതന്യാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടോ എന്ന സംശയവും പല നിരീക്ഷകരും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. തങ്ങളുടെ ശത്രുക്കളെ ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും പിടികൂടുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം ഇസ്രായേൽ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നതാണ്. നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അയാളെ പിന്തുടർന്ന് വധിക്കും എന്ന കടുത്ത ഭാഷയിലുള്ള പ്രസ്താവനയാണ് IRGC ഇവിടെ നടത്തിയിരിക്കുന്നത്. വെറുമൊരു യുദ്ധം എന്നതിലുപരിയായിട്ട് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്കും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ നിർത്താനായിട്ട് ഇറാൻ തയ്യാറല്ല എന്ന സൂചനയാണ് ഈ മുന്നറിയിപ്പിലൂടെയും വെല്ലുവിളിയിലൂടെയും ലഭിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും നിരുപാധികം കീഴടങ്ങണമെന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ യുദ്ധത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അവർ അനുഭവിക്കേണ്ടി വരുമെന്നും ഇറാൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ലെന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇറാനെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളെ അവർ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായിട്ടുള്ള വലിയൊരു യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അത് ആഗോള സാമ്പത്തിക മേഖലയിൽ, വ്യാപാര മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്നും ഇതുവഴി കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാനെ ലോകത്തിനു മുന്നിൽ ഏകാഗിയാക്കാനും മറ്റ് രാജ്യങ്ങളെ ഇറാന് എതിരെ തിരിക്കാനുമുള്ള ട്രംപിൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു ഇത്. എന്നാൽ ഈ വാദങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ്കി രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്ക് തങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയുണ്ടായി. ലോകത്തെ ഏത് രാജ്യത്തിനും ആ വഴി വ്യാപാരം നടത്താമെന്നും കപ്പലുകൾ അയക്കാമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ആ വഴി വന്നാൽ അവ തകർക്കുമെന്നും ഇറാൻ താക്കീത് നൽകുകയാണ്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ ഉപദ്രവിക്കില്ലെന്ന ഇറാൻ്റെ പ്രഖ്യാപനം അത് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ്റെ നിലപാടിന് വ്യക്തത ലഭിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള സാമ്പത്തിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ഇറാൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളും ഓഫീസുകളുമൊക്കെ തന്നെ എത്രയും വേഗം അടച്ചുപൂട്ടണമെന്നും അവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോരണമെന്നും ഇറാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ നടത്തുന്ന സൈനിക നീക്കം അത് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ സൂചനയാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്ക കൂടുതൽ കപ്പലുകൾ അയക്കുന്നുണ്ടെങ്കിലും അവയെ പ്രതിരോധിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇറാൻ്റെ പക്കലുണ്ട്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇത്തരത്തിലെ മേഖലയെ കൊണ്ടുപോകാനായിട്ട് ഇറാൻ തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സകല തന്ത്രങ്ങളെയും അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ഇറാൻ ഇപ്പോൾ കരുക്കളൊക്കെ തന്നെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഇസ്രായേലിനെ മാനസികമായിട്ട് തളർത്താനും
ഇറാൻ ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു. കടുത്ത ശിക്ഷ നൽകിയതിനു ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്ന ഇറാൻ്റെ നിലപാട് അത് പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിർണായകമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്.